എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നിവിടെ പറയാനുള്ളത്, പലപ്പോഴും എന്നോട് പലരും ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ്. ബലി കാര്യങ്ങൾ അല്ലെങ്കിൽ ശ്രാദ്ധമൊക്കെ നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ, അനുഷ്ഠിക്കുന്നതിന് മുമ്പേ നമ്മൾ എങ്ങനെയാണ് നമ്മൾ തയ്യാറാവേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ശുദ്ധി വേണം എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ദേവീദേവന്മാരുടെ അമ്പലങ്ങളിൽ ഒക്കെ പോയിട്ട് ചെയ്യുന്ന പൂജാകാര്യങ്ങളെക്കാളും ശുദ്ധിയോടുകൂടെയും ശ്രദ്ധയോടുകൂടെയും ചെയ്യേണ്ടതാണ് ശ്രാദ്ധം. ശ്രാദ്ധം എന്ന് പറയുമ്പോഴേ ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ മത്സ്യമാംസാദികളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 2 ദിവസം മുമ്പേ തന്നെ മത്സ്യമാംസാദികൾ കഴിക്കാതെ നിന്ന് അതിൻ്റെ തലേ ദിവസം മുതൽ, ശ്രാദ്ധം നാളെ ഊട്ടേണ്ടതെന്ന് വെച്ചാൽ തലേ ദിവസം മുതൽ തന്നെ, അതായത് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് പുറമേ നിന്നുള്ള ഭക്ഷണമൊക്കെ കഴിയുന്നത് ഒഴിവാക്കി പിറ്റേ ദിവസം രാവിലെ ശ്രാദ്ധം ഊട്ടിയതിന് ശേഷം അല്ലെ ബലി കർമ്മങ്ങൾ ചെയ്തതിന് ശേഷമേ ഭക്ഷണം കഴിക്കാവൂ. ഈ തരത്തിൽ ചെയ്താൽ മാത്രമേ തൃപ്തിയായിട്ട് വരുള്ളൂ. ശ്രാദ്ധമൊക്കെ നമ്മൾ പുറമേ നിന്നുള്ള ഭക്ഷണം കഴിച്ച് അല്ലെ മത്സ്യമാംസാദികളൊക്കെ തലേ ദിവസം കഴിച്ചിട്ട് ശ്രാദ്ധവും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് വേണ്ടത്ര ശുദ്ധിയോടുകൂടി ആവില്ല എന്ന് മാത്രമല്ല, അത് നമ്മളൊരു കുടുംബത്തിലേക്ക് ഗുണമായിട്ട് വരില്ല. അപ്പം 2 ദിവസം മുമ്പേ തന്നെ മത്സ്യമാംസാദികൾ വെടിയണം. പിന്നെ അതുകൂടാതെ തലേ ദിവസം ഒരിക്കൽ എടുത്ത്, അതായത് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് ശ്രാദ്ധത്തിൻ്റെ അന്ന്, ബലിയുടെ അന്ന് രാവിലെ കുളിച്ച് ശുദ്ധിയോടുകൂടെ ബലികർമ്മങ്ങൾ അനുഷ്ഠിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാവൂ, അന്നപാനമൊക്കെ പാടുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ അത് നമ്മളുടെ കുടുംബത്തിലേക്ക് ഐശ്വര്യം വരികയും പിതൃക്കളുടെ അനുഗ്രഹത്തിന് പാത്രമായി തീരുകയും എല്ലാവിധ ശ്രേയസ്സും വന്നു ചേരുകയും ചെയ്യും. എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെയും ഗുരുകാരണന്മാരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.